ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. ശതവർഷമഥവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാ വനയാനസമുദ്യതോപി കാന്താഹിതകൃത്വജ്ജനനോത്സുകോന്യവാത്സീത്. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ശതവർഷമഥ, ഇവിടെ ശതവർഷം അഥ ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ശതവർഷമഥ. ശതവർഷം, ശതം എന്ന് പറഞ്ഞാൽ 100, ശതവർഷം 100 സംവത്സരം. അഥ പിന്നീട്, വ്യതീത്യ, വ്യതീത്യ എന്നാൽ സന്തോഷിപ്പിച്ചു. സോയം, സഹ അയം ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സോയം. സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ, അയം ആ, സഹ എന്നാൽ അവൻ എന്നാണ് മീനിങ്. ഇവിടെ അർത്ഥം പറയുമ്പോൾ നമ്മൾ ആ കർദമ പ്രജാപതി 100 വർഷം 100 സംവത്സരക്കാലം ആ ശതരൂപാദേവിയോടൊപ്പം, ആ ദേവഹൂതിയോടൊപ്പം പല പുണ്യസ്ഥലങ്ങളിലും ദേവഹൂതിയുടെ പരിചാരകരോടൊപ്പം അവർ പല പുണ്യസ്ഥലങ്ങളിലും സന്ദർശിച്ച് 100 സംവത്സരക്കാലം ദേവഹൂതിയെ സന്തോഷിപ്പിച്ചു. നമുക്കറിയാം എത്രയോ കാലങ്ങൾ ആ കർദമ പ്രജാപതി തൻ്റെ ആ ഒരു കഠിന തപസ്, അല്ലെ, 10,000 വർഷക്കാലം കഠിന തപസ്, അതിൻ്റെ ആ ഒരു രസം അല്ലെങ്കിൽ ആ ഭഗവത് സേവയിലുള്ള താല്പര്യം, ആ അടക്കാനാവാത്ത ആ ഒരു ആവേശം നിന്നതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷവും കർദമ പ്രജാപതി തൻ്റെ ആ ഭഗവത് പൂജയിൽ തന്നെ, ഭഗവത് സേവയിൽ തന്നെ മുഴുകി അങ്ങനെ കഴിയുകയായിരുന്നു. അപ്പോൾ അത്രയും ഈ 10,000 വർഷക്കാലം തുടർച്ചയായി തപസ് ചെയ്ത കർദമ പ്രജാപതി പിന്നീട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാവണം ഈ ഒരു ലൗകികതയിലേക്ക് തിരിഞ്ഞത്. കാരണം പിന്നീട് തപസ് നിർത്തിയെങ്കിലും ആ തപോബലം ധാരാളം ഉണ്ടായിരുന്നു കൂടെ. നമുക്കറിയാം വളരെയേറെ ചൂടുള്ള ഒരു വസ്തു തണുക്കണമെങ്കിൽ സമയം കൂടുതലെടുക്കും. എന്നാൽ ചൂട് കുറവുള്ള ഒരു പാത്രമാണെങ്കിൽ അത് തണുക്കാൻ അധികം സമയമെടുക്കില്ല. ഇവിടെയും അതുപോലെ 10,000 വർഷം തപസ് ചെയ്തതിൻ്റെ ആ ഒരു തപോബലത്തിൽ നിൽക്കുന്ന കർദമ പ്രജാപതിക്ക് ആ ഒരു ആത്മീയമായ തലത്തിൽ നിന്നും ലൗകികമായ തലത്തിലേക്കൊന്ന് എത്തി നോക്കാൻ ഏറെ വർഷക്കാലം വേണ്ടി വന്നു. അത്രയും നാളും ഈ ദേവഹൂതി ദേവി വളരെ ക്ഷമയോടുകൂടിയായിരുന്നു കർദമ പ്രജാപതിക്ക് ഭഗവത് പാദ പൂജയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് നിന്നിരുന്നത്. അപ്പോൾ അത്രയും കാലം ദേവഹൂതി ദേവി ദുഃഖിച്ചുവെങ്കിലും അവിടെയും അതൊരു ഭഗവാനുള്ള ഒരു സമർപ്പണമായി കണ്ടുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ അതിനപ്പുറം ഒരു 100 സംവത്സരക്കാലം ഭഗവാൻ കാത്തുവച്ചിരുന്നു ധാരാളം സന്തോഷങ്ങൾ അനുഭവിക്കുന്നതിനായിട്ട്.
നമുക്കൊക്കെ പലപ്പോഴും ഒരു ദുഃഖം വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ ജീവിതത്തിൽ നമ്മളൊക്കെ വല്ലാതെ തളർന്നു പോകാറുണ്ട്. പക്ഷെ ആ ദുഃഖം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുള്ള ആ ഒരു ഘട്ടം ജീവിതത്തിൽ ഉണ്ടായത് നമ്മുടെയൊക്കെ കർമ്മപ്രാരബ്ധം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അവിടെയും അപ്പോഴും നമ്മുടെ കർമ്മങ്ങളൊക്കെ ഭഗവാൻ അർപ്പിതമായി ചെയ്യുമ്പോൾ ഉറപ്പാണ് ആ ഒരു ഘട്ടത്തെ നമുക്ക് കുറച്ചുകൂടി ലാഘവത്തോടു കൂടി, അതിൻ്റെ ആ ഒരു ഗൗരവം വിട്ട് ലാഘവത്തോടു കൂടി ആ ഒരു സാഹചര്യത്തെ മറികടക്കാനാവും. തന്നെയുമല്ല, ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും, ആ ഒരു വിഷമം പിടിച്ച ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ശാന്തമായി സന്തോഷമായി ആ ഒരു വൈതരണി കടക്കാനാവും. ഇവിടെ ദേവഹൂതി ദേവിയും അങ്ങനെ തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞെങ്കിലും കുറച്ചധികം വർഷങ്ങൾ തന്നെ, ജീവിതത്തിൻ്റെ നല്ലൊരു കാലയളവ് തന്നെ ഒരു ലൗകികമായ ജീവിതം അല്ലെങ്കിൽ ജീവിത സുഖം അനുഭവിക്കാതെ ഭഗവത് പൂജകളിൽ അല്ലെങ്കിൽ തനിക്ക് അതാണ് ചെയ്യാനുള്ളത്, തൻ്റെ കർത്തവ്യം അതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ചെയ്തപ്പോൾ ആ ഘട്ടം കടന്ന് ഭഗവാൻ അവിടെയും അത് ചെയ്യുമ്പോഴും ദേവഹൂതിക്ക് ആരോടും പരാതി ഉണ്ടായില്ല, പരിഭവം ഉണ്ടായില്ല. വളരെയേറെ സംതൃപ്തിയോടുകൂടി തൻ്റെ ആ കർമ്മങ്ങളൊക്കെ ഭഗവാന് വേണ്ടി, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തപ്പോൾ ഭഗവാൻ കൈപിടിച്ചു കൂടെ നടന്നു. ശാന്തമായി സന്തോഷമായി ആ സാഹചര്യത്തെ നേരിട്ട് കഴിഞ്ഞപ്പോൾ ഇനിയും ലൗകികതയിലേക്ക് തിരിയാൻ സമയമായി എന്ന് ഭഗവാൻ നിശ്ചയിച്ചപ്പോൾ അവിടെ 100 സംവത്സരക്കാലം ആ കർദമ പ്രജാപതി ആ ദേവഹൂതി ദേവിയെ പല പുണ്യസ്ഥലങ്ങളിലും കൊണ്ടുപോയി. അതും ദേവഹൂതി ദേവിയുടെ ഇഷ്ടമറിഞ്ഞുകൊണ്ട്, അതാണ് ആഗ്രഹം അറിഞ്ഞുകൊണ്ട്. അല്ലേ, തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടിരുന്നത് ഇതാ കാമകൃതേ, ആ ദേവഹൂതി ദേവിയുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തൻ്റെ തപോബലം കൊണ്ട് വിമാനമുണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും ആ ഒരു ദേവിയുടെ ആഗ്രഹങ്ങളെ വിലമതിക്കുന്ന ഒരു ഭർത്താവ് എന്ന തലത്തിലേക്ക് കർദമ പ്രജാപതിയെ ഭഗവാൻ കൊണ്ടുവന്നു കൊടുത്തു. അതിനുശേഷവും ആ ദേവഹൂതി ദേവിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാനായിട്ട് ധാരാളം വിദ്യാധര സ്ത്രീകളെ ആ ദേവഹൂതി ദേവിയെ ഉപചരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഭഗവാൻ അപ്പോഴും കൂടെ നിന്നു. ഇത്ര കാലം കഷ്ടപ്പെട്ട ആ ദേവഹൂതി ദേവി ഇനിയും കഷ്ടപ്പെടരുത് എന്ന് ഭഗവാൻ നിശ്ചയിച്ചിരുന്നു. നമുക്ക് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്തും നമുക്ക് കാണാം, ആ അത്രയും തൻ്റെ വീരശൂര പരാക്രമികളായിട്ടുള്ള 5 പതിമാർ നോക്കി നിൽക്കുമ്പോഴും തൻ്റെ കുലത്തിലെ തലമുതിർന്ന കാരണവരൊക്കെയും ഭീഷ്മ പിതാമഹൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ പലരും ആ വേദിയിലുണ്ടായിട്ടും ആരും തന്നെ രക്ഷിക്കാൻ മുന്നോട്ട് വരികയോ അരുത് എന്നൊരു വാക്കുപോലും പറയാതിരുന്നപ്പോഴും ഈ സാഹചര്യത്തിലേക്ക് തന്നെ തള്ളിവിട്ട തൻ്റെ പതി ആ ധർമ്മപുത്രരെ അല്ലെങ്കിൽ ആ പഞ്ചപാണ്ഡവരെ ആരെയും ഒരു വാക്കുകൊണ്ടുപോലും കുറ്റപ്പെടുത്തുകയോ ശകാരിക്കുകയോ ചെയ്യാതെ, തൻ്റെ സാഹചര്യങ്ങളെ പഴിക്കുകയോ ചെയ്യാതെ, തനിക്ക് വന്ന ഈ വിഷമഘട്ടത്തെ പഴിക്കുകയോ ചെയ്യാതെ ഒന്നു മാത്രം പാഞ്ചാലി ചെയ്തു, കൃഷ്ണാന്ന് വിളിച്ചു. ആ ഭഗവാനെ മനസ്സ് മുഴുവൻ അർപ്പിച്ച് ആ കൃഷ്ണയൊന്ന് വിളിച്ചപ്പോൾ കൃഷ്ണൻ ഓടി വരാതിരിക്കാൻ പറ്റിയില്ല. ഭഗവാൻ ഓടി വന്നു ആ പാഞ്ചാലിയെ രക്ഷിക്കാൻ. അപ്പോൾ ഏതൊരു വിഷമഘട്ടത്തിലും ആ നാമം വിടാതെ കൊണ്ടുപോയാൽ, ആ സ്മരണ വിടാതെ കൊണ്ടുപോയാൽ, ആ ഭഗവത് പാദങ്ങളെ സദാ മനസ്സിലേക്ക് എടുത്ത് അതിനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള ഒരു കാലം ഭഗവാൻ കൈപിടിച്ച് കൂടെ നടക്കും ആ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് തന്നെയല്ല, അത് കഴിഞ്ഞൊരു കാലം ഭഗവാൻ സന്തോഷത്തിനായി വെച്ചിട്ടുണ്ട്. ഭഗവാൻ രക്ഷിക്കുക തന്നെ ചെയ്യും.
ഭഗവാനെ വിളിക്കുകയേ വേണ്ടൂ. ഇവിടെ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ആ പാഞ്ചാലി ഒന്ന് വിളിക്കാനായി കാത്തിരിക്കുകയായിരുന്നു ഭഗവാൻ ഓടി വരാൻ. ആ വിളി ചെന്നതും ഭഗവാൻ ഓടി വന്നു. ഇവിടെ ദേവഹൂതി ദേവി വിളിച്ചില്ല. പക്ഷേ ഭഗവാൻ ആ ദേവഹൂതി ദേവിയുടെ ഭഗവൽ പ്രീതിക്കായിക്കൊണ്ട് ചെയ്ത ഈ കർമ്മങ്ങൾ സംപ്രീതനായിട്ട് ഭഗവാൻ തന്നെ ആ കർദമ പ്രജാപതിയിലൂടെ ദേവഹൂതി ദേവിക്ക് ധാരാളം സന്തോഷത്തെ പ്രദാനം ചെയ്തു. പിന്നെയോ അങ്ങനെ ആ ഒരു യാത്രയിൽ, ആ ഒരു 100 സംവത്സരക്കാലമുള്ള അവരുടെ യാത്രയിൽ നവകന്യാസമവാപ്യ ധന്യരൂപ. നവകന്യാസമവാപ്യ. നവ എന്നാൽ 9, കന്യാസമവാപ്യ, കന്യാഹ സമവാപ്യ. കന്യാഹ എന്നാൽ പുത്രിമാരെ, 9 പുത്രിമാരെ സമവാപ്യ ലഭിച്ചിട്ട്. അപ്പോൾ കർദമ പ്രജാപതിക്കും ദേവഹൂതിക്കുമായിട്ട് അപ്പോൾ 9 പുത്രിമാരായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലഭിച്ചിട്ട് ധന്യരൂപാഹ, അതും ആ പുത്രിമാരെങ്ങനെയാണ്? ധന്യരൂപാഹ, അതിസുന്ദരികളായ 9 പുത്രിമാരെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം അങ്ങനെ ഈ 9 പുത്രിമാരെയും കൊണ്ട് തിരികെ തൻ്റെ ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വനയാന സമുദ്യതോപി, വനയാന സമുദ്യതഃ അപി. യാന എന്നാൽ പോവുക, വനയാന വനത്തിലേക്ക് പോകാൻ സമുദ്യത ഒരുമ്പെട്ട, അല്ലെങ്കിൽ അതിന് ആഗ്രഹിച്ചുവെങ്കിലും അപി എങ്കിലും. അപ്പോൾ ഏതൊരു കർമ്മത്തിന് വേണ്ടിയായിരുന്നോ കർദമ പ്രജാപതി വിവാഹത്തിന് ഒരുങ്ങിയത്, അല്ലെങ്കിൽ വിവാഹത്തിന് തയ്യാറെടുത്തത്, വിവാഹം ചെയ്തത്, ഇപ്പോൾ ആ പ്രജാസൃഷ്ടി ഇതാ 9 പുത്രിമാരെ, അതിസുന്ദരികളായിട്ടുള്ള 9 പുത്രിമാരെ കിട്ടിയിരിക്കുന്നു. ഇനിയും തൻ്റെ ധർമ്മം വനത്തിലേക്ക് പുറപ്പെടുകയാണ്. കാരണം നമുക്കറിയാം 4 ആശ്രമങ്ങളെക്കുറിച്ചല്ലേ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം കഴിഞ്ഞു, ഗാർഹസ്ഥ്യവുമായി ഗാർഹസ്ഥ്യത്തിൻ്റെ ലക്ഷ്യം തന്നെ പ്രജാനിർമ്മിതിയാണ്. അപ്പോൾ ആ ഒരു കർത്തവ്യവും കഴിഞ്ഞിരിക്കുന്നു. ഇനിയും തനിക്ക് വനത്തിലേക്ക് പോകാം, വാനപ്രസ്ഥം സ്വീകരിക്കാം എന്നൊരു തോന്നൽ ഉള്ളിൽ വന്നപ്പോൾ അങ്ങനെ പോകാൻ ഒരുങ്ങിയ ആ കർദമ പ്രജാപതി പക്ഷേ കാന്താഹിതകൃത്വജനനോത്സുകോ, കാന്താഹിതകൃത ത്വത ജനനോത്സുകഃ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കാന്താഹിതകൃത്വജനനോത്സുകോ. ഇവിടെ കാന്താഹിത എന്ന് പറഞ്ഞാൽ കാന്താഹിതകൃത, കാന്ത എന്നാൽ നമുക്കറിയാം ഭാര്യ, ഹിതം അവരുടെ നന്മയ്ക്കായിട്ട്. കാന്താഹിതകൃത ആ തൻ്റെ പ്രിയപത്നിയുടെ നന്മയെ കരുതിയിട്ട്, ഹിതത്തെ ചിന്തിച്ചിട്ട്, ത്വത അങ്ങയുടെ ജനനോത്സുകഃ അവതാരത്തിനായിട്ട്, ജനനം അവതാരം, അങ്ങയുടെ അവതാരത്തിനായിട്ട് ഉത്സുകഃ അത്യാകാംക്ഷയോടുകൂടി, ന്യവാത്സീത് കാത്തിരുന്നു. അപ്പോൾ പോകണമെന്ന് വല്ലാതെ മനസ്സിൽ ആഗ്രഹം തോന്നി. തൻ്റെ ലക്ഷ്യം, ഈ വിവാഹത്തിൻ്റെ ലക്ഷ്യം പ്രജാസൃഷ്ടി ആയിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും തനിക്ക് വാനപ്രസ്ഥത്തിന് പോകണമെന്നൊരു ആഗ്രഹം ഉള്ളിൽ വന്നുവെങ്കിലും ഭാര്യയുടെ ഹിതത്തെ മാനിച്ചുകൊണ്ട്, ഇവിടെ ഹിതം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് പലതരത്തിൽ ചിന്തിക്കാവുന്നതാണ്. കാരണം ഭഗവാൻ കൊടുത്ത അനുഗ്രഹം ഓർമ്മ വന്നു. എന്താ? തനിക്ക് ഭഗവാൻ തന്നെ പുത്രനായി പിറക്കുമെന്നുള്ള, കപില വാസുദേവൻ എന്ന പേരിൽ ഭഗവാൻ തന്നെ പുത്രനായി പിറക്കുമെന്നുള്ള ആ ഒരു അനുഗ്രഹം ആ കർദമ പ്രജാപതിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അതിന് താൻ ഗൃഹത്തിൽ നിന്നേ മതിയാകൂന്ന് കർദമ പ്രജാപതിക്ക് അറിയാമായിരുന്നു. പിന്നെയോ ഇവിടെ ഭാര്യയുടെ നന്മയ്ക്കായിട്ട് എന്ന് പറയുമ്പോൾ ആ വരുന്ന കപിലവാസുദേവനിലൂടെ അല്ലെങ്കിൽ കപിലാവതാരത്തിലൂടെയാണ് ഭഗവാനിലൂടെ തൻ്റെ പ്രിയപത്നി ആ ആത്മതത്വത്തിലേക്ക് ഉയരാൻ പോകുന്നത് എന്ന് കർദമ പ്രജാപതിക്കറിയാം. അഥവാ തൻ്റെ പ്രിയപത്നിക്ക് അത് ഉപദേശിച്ചു കൊടുക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് ആ കപില ഭഗവാനാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഭഗവാന്റെ വരവിനായിട്ട്,
ഭഗവാന്റെ അവതാരത്തിനായിട്ട് തന്നെയല്ല, ഭഗവാൻ തൻ്റെ പുത്രനായി പിറക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ ഒരു ഭഗവാന്റെ ജനനത്തെ കാണാനുള്ള ആ ഒരു അതിയായ ഒരു ഔത്സുക്യം കർദമ പ്രജാപതിയിലും ഉണ്ടായി. അതുകൊണ്ട് ആ ഭഗവാന്റെ ജനനത്തിനായിട്ട് കാത്തുകൊണ്ട് തൻ്റെ ഗൃഹത്തിൽ തന്നെ കർദമ പ്രജാപതി ഇരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ശതവർഷമധവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാ വനയാന സമുദ്യതോപി കാന്താഹിതകൃത്വജ്ജനനോത്സുകോ ന്യവാൽസീത്. ഇനിയും ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ശതവർഷം അഥ, അഥ ആണ് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ നവകന്യാ സമവാപ്യ, അവിടെ സ കൂട്ടക്ഷരമാണ്. അപ്പോൾ അതും വായിക്കുമ്പോൾ ആ സായ്ക്കൊരു കട്ടി കൊടുത്ത് തന്നെ വായിക്കുക. ഇനി അല്ല, ചില ബുക്കുകളിൽ നവകന്യാഹ അവിടെ ഒരു വിസർഗം കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ട് സമവാപ്യ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കൂട്ടിച്ചേർത്തല്ല എഴുതിയിരിക്കുന്നതെങ്കിൽ കന്യാഹ അവിടെ ഒരു പകുതി ഹകാരം കൊടുത്ത് വായിക്കുക. പിന്നെ വനയാന സമുദ്യതോപി അതത്രയും ചേർത്ത് തന്നെ എടുക്കുക. അതിൻ്റെ അടുത്തതും കാന്താഹിതകൃത്വജനനോത്സുകോ അതത്രയും ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. അതും ശ്രദ്ധിക്കുക. അവിടെ വേറൊരു കാര്യം, അവിടെ 4ാമത്തെ പാദത്തിലേക്ക് വരുമ്പം ഹിതകൃത്വജനനോത്സവം, അവിടെ തായും ജായും കൂട്ടക്ഷരമാണ്. അപ്പോൾ അത് രണ്ടും കുറച്ചൊരു ഒന്ന് സ്ട്രെസ് കൊടുത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. ബാക്കി ന്യവാൽസിൽ കുറച്ച് കട്ടിയുള്ള പദങ്ങളുണ്ട് അതിൽ. എന്നിരുന്നാലും ചെറിയ ചെറിയ വാക്കുകളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. കഴിയുന്നതും അത് ചേർത്ത് വായിക്കേണ്ടത് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. ഇനിയും ആ ശ്ലോകത്തിലെ അന്വയക്രമത്തിലുള്ള പദങ്ങളുടെ ആ ഒരു അന്വയക്രമം കൂടി പറയാം. അഥ സഹ അയം ശതവർഷം യതീത്യ ധന്യരൂപാ നവകന്യാ സമവാപ്യ വനയാന സമുദ്യതഃ അപി കാന്താഹിതകൃത് ത്വജ്ജനനോത്സുക ന്യവാൽസീത്. ഇനി ഒന്നുകൂടി പറയാം. അഥ സഹ അയം ശതവർഷം യതീത്യ ധന്യരൂപാ നവകന്യാ സമവാപ്യ വനയാന സമുദ്യതഃ അപി കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകഃ ന്യവാൽസീത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തനിക്ക് പിറക്കാൻ പോകുന്ന പുത്രൻ, ആ പുത്രനിലൂടെ ഏറ്റവും കൂടുതൽ നന്മ ഉണ്ടാകാൻ പോകുന്നത് അത് തൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ്, തൻ്റെ പ്രിയ പത്നിക്ക് തന്നെയാണെന്ന് കർദമ പ്രജാപതിക്ക് അറിയാമെന്നുകൂടി ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഈ ഒരു ശ്ലോകത്തിലൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകോ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനും കൂടി തയ്യാറെടുക്കുകയായിരുന്നു കർദമ പ്രജാപതി. ഹരേ കൃഷ്ണ.